അപ്പോ സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഞാനിപ്പോ പറഞ്ഞു എപ്പോഴും ഒബ്സർവ് ചെയ്യാറില്ല. അതിന് കാരണം എന്ന് പറയുന്നത് ഫിലിപ്പ് എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ നിങ്ങൾ നോക്കി എക്സ് ആക്സിസിൽ ആരാണ് കിടക്കുന്നത്? അൺഎംപ്ലോയ്മെന്റ്. വൈ ആക്സിസിൽ ആരാണ് കിടക്കുന്നത്? ഇൻഫ്ലേഷൻ. ഇതൊന്ന് ഇന്റർപ്രറ്റ് ചെയ്തിട്ട് എനിക്ക് അതിന്റെ ഒരു ഇൻഫർമേഷൻ പറഞ്ഞതാ. ആദ്യം തന്നെ ഇത് ഏത് തരം റിലേഷൻ ആണോ? ഡയറക്റ്റ് റിലേഷൻ ആണോ? ഇൻവേഴ്സ് റിലേഷൻ ആണോ? ഇൻവേഴ്സ്. ഇത് ഇങ്ങനെയാണ് കിടക്കുന്നത് അല്ലെ. ഇൻവേഴ്സ് റിലേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? ഒരു പാരാമീറ്റർ ഹൈ ആയിരിക്കുമ്പോ സെക്കൻഡ് പാരാമീറ്റർ ലോ ആയിരിക്കും. ഫസ്റ്റ് പാരാമീറ്റർ ലോ ആണെങ്കിൽ സെക്കൻഡ് പാരാമീറ്റർ ഹൈ ആയിരിക്കും. ഇപ്പൊ ഫിലിപ്പ് എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് പറഞ്ഞത് പ്രകാരം ഈ ഗ്രാഫ് ഇന്റർപ്രറ്റ് ചെയ്തതിന് എനിക്ക് എന്താ മനസ്സിലാവുക? ഇൻഫ്ലേഷൻ ഹൈ ആണെങ്കിൽ അതിനർത്ഥം എന്താ? ലോജിക്കലി കണക്ട് ചെയ്തുവാ. അൺഎംപ്ലോയ്മെന്റ് അവിടെ നിൽക്കട്ടെ, അതിലേക്ക് വരാം. ഇൻഫ്ലേഷൻ ഹൈ ആണെങ്കിൽ എന്താ? പ്രൊഡ്യൂസേഴ്സിന് അത്യാവശ്യം ലാഭം ഉണ്ടാവും. പ്രൊഡ്യൂസേഴ്സ് അത്യാവശ്യം പ്രൊഡ്യൂസ് ചെയ്യും. പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിന് ആളുകൾ വേണം. കൂടുതൽ എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യും. അൺഎംപ്ലോയ്മെന്റ് ലോവർ ആയിരിക്കും. ശരിയാണോ എന്ന് നോക്കിയേ. ഈ പോയിന്റ് എന്ന് പറയുന്നത് എന്താ? ഇൻഫ്ലേഷൻ ഹയർ ആണ്. ഇൻഫ്ലേഷൻ ഹയർ ആയപ്പോ അൺഎംപ്ലോയ്മെന്റ് എന്താണ്? ലോവർ ആണ്. ഓക്കെ ആണല്ലോ. ഇനി ഈ ഒരു പോയിന്റ് നെഗറ്റീവിലേക്ക് ഒന്നും പോണ്ട. ഈ ഒരു പോയിന്റ് എടുക്കുക. ഈ പോയിന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താ? ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എന്താണ്? വളരെ ലോ ആണ്. ആ സമയത്ത് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഹൈ ആണ്. എന്തായിരിക്കും? ഇൻഫ്ലേഷൻ ലോ അല്ലെങ്കിൽ നമ്മുടെ ഡീഫ്ലേഷൻ പോലെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ജനറലി എന്താണ് ഒബ്സർവ് ചെയ്യുക? പ്രൊഡ്യൂസേഴ്സിന് കാര്യമായിട്ട് ലാഭമൊന്നും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ സാധനങ്ങളുടെ വില വളരെ വളരെ കുറവാണ്. നമ്മുടെ ഫാക്ടർ കോസ്റ്റിനേക്കാളും തുച്ഛമായ കാശാണ് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ മാർക്കറ്റ് പ്രൈസ് ആയിട്ട് കിട്ടുക. അപ്പൊ പുള്ളിക്ക് നഷ്ടമല്ലേ ഉണ്ടാവുക? ഇൻഫ്ലേഷൻ വളരെ ലോ എന്ന് പറഞ്ഞാൽ വാട്ട് വി ക്യാൻ ഒബ്സർവ്, ലോജിക്കലി കണക്ട് ചെയ്യും. ഇൻഫ്ലേഷൻ വളരെ കുറവ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസറിന് നഷ്ടമായിരിക്കും. പ്രൊഡ്യൂസറിന് നഷ്ടമാണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യില്ല. പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിൽ എംപ്ലോയീസിന്റെ എണ്ണം എന്ത് ചെയ്യും? കുറയ്ക്കും. എംപ്ലോയീസിന്റെ എണ്ണം കുറയാന്ന് പറഞ്ഞ വിച്ച് ഈസ് കോൾഡ് അൺഎംപ്ലോയ്മെന്റ്. എന്താണ്? ഇൻഫ്ലേഷൻ കുറവാണെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് ഹയർ ആയിരിക്കും. ഇൻഫ്ലേഷൻ ഹയർ ആണെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് ലോവർ ആയിരിക്കും. ഇതാണ് എപ്പോഴും ജനറലി ഒബ്സർവ് ചെയ്യുന്ന ഫിനോമിന. ഇതിന്റെ എക്സാക്ട് എക്സെപ്ഷൻ ആണ് നമ്മളിപ്പോ ഈ പറഞ്ഞ ഏത് സിറ്റുവേഷൻ? വാട്ട് ഈസ് സ്റ്റാഗ്ഫ്ലേഷൻ? ഇൻഫ്ലേഷനും അതിനോടൊപ്പം ഹൈ അൺഎംപ്ലോയ്മെന്റ് വരുന്ന ഒരു സിറ്റുവേഷൻ. ഇതെന്തുകൊണ്ടാണ് റയർ സിറ്റുവേഷൻസിൽ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു സിറ്റുവേഷൻ ഇന്ത്യൻ എക്കണോമിയിൽ 2020-21 സംഭവിച്ചു. കോവിഡിന്റെ സമയത്ത്. കോവിഡ് ഇതാണ് പറഞ്ഞ എക്കണോമി എന്ന് പറയുന്നത് ഹൈലി അൺപ്രഡിക്റ്റബിളാ. നമുക്ക് കുറെ ജനറലി ഒബ്സർവ് ചെയ്യുന്ന ഫാക്ടുകളൊക്കെ ഉണ്ടാവും. ആ കംപ്ലീറ്റ് ഫോർമുലേനെ തെറ്റിക്കുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എപ്പോഴും നടക്കും. എക്കണോമിയുടെ സമയത്ത് അല്ലെങ്കിൽ കോവിഡിന്റെ സമയത്ത് നടന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താ? മൊത്തത്തില് പ്രൊഡക്ഷൻ കുറഞ്ഞു. സംശയമില്ലല്ലോ. മൊത്തത്തിൽ പ്രൊഡക്ഷൻ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഏറ്റവും ആദ്യം ഏത് ടൈം അഡ്രസ്ഡ് ആയിട്ടുണ്ടാവും? അൺഎംപ്ലോയ്മെന്റ്. ഫാക്ടറീസ് ഒക്കെ അടച്ചു, കുറെ ആളുകളുടെ ജോലി പോയി, കാര്യങ്ങൾ പോയി, അങ്ങനത്തെ കഥകളൊക്കെ ഉണ്ടായി. അൺഎംപ്ലോയ്മെന്റ് ഓൾറെഡി ഹൈ ആയിട്ടുണ്ടാവും. ഓവർ ദി പീരിയഡ് അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അൺഎംപ്ലോയ്മെന്റ് ഹൈ ആണ്. മൊത്തത്തിൽ പ്രൊഡക്ഷൻ ഒക്കെ എക്കണോമിയിൽ കുറഞ്ഞില്ലേ? പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? സപ്ലൈ കുറയും. കറക്റ്റ് അല്ലേ? പ്രൊഡക്ഷൻ കുറഞ്ഞാൽ സപ്ലൈ കുറയും. അപ്പൊ അവിടെ എന്താ ഉണ്ടാവുക? കുറച്ച് ഗുഡ്സ് ആണ് എക്കണോമിയിലുള്ളൂ. കുറെ ആളുകൾക്ക് അത് വേണ്ടേ? എക്സാമ്പിൾ നമ്മുടെ ഫുഡ് ഐറ്റംസ് കൺസിഡർ ചെയ്താൽ മതി. കാര്യമായിട്ട് കൃഷി ചെയ്യുന്നില്ല അല്ലെങ്കിൽ പ്രോസസ് ചെയ്യുന്നില്ല, പക്ഷെ എല്ലാവർക്കും കഴിക്കാൻ ഭക്ഷണം വേണ്ട എപ്പോഴും. അപ്പൊ എന്താ ഉണ്ടാവുക? കുറച്ച് ഗുഡ്സിനെ ഒരുപാട് ആൾക്കാർ ഡിമാൻഡ് ചെയ്യും. ഒബ്വിയസ്ലി എന്താ ഉണ്ടാവുക? പ്രൈസ് കൂടും. അപ്പൊ എന്ത് കണ്ടു? ഇൻഫ്ലേഷനും ഹയർ ആയിട്ട് കണ്ടു, അൺഎംപ്ലോയ്മെന്റ് ഹയർ ആയിട്ട് കണ്ടു. വളരെ വളരെ റയർ സിറ്റുവേഷനിലാണ് ഇത്. ഈ സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത് ഫിലിപ്പ് കർവിന്റെ എക്സെപ്ഷൻ, അല്ലെങ്കിൽ ഫിലിപ്പ് കർവ് എപ്പോഴും ഫോളോ ചെയ്യില്ല എന്നതിന്റെ ഏറ്റവും നല്ല എവിഡന്റ് എക്സാമ്പിൾ ആണ് സ്റ്റാഗ്ഫ്ലേഷൻ. കണക്ട് ചെയ്തില്ലേ രണ്ട് കൺസെപ്റ്റുകളും? സ്റ്റാഗ്ഫ്ലേഷൻ വെറുതെ പഠിച്ചതാണോ? അല്ല. വൈ? ജനറലി വാട്ട് വി ഒബ്സർവ് ഈസ് ദാറ്റ് whenever inflation is high in the economy, we can observe unemployment is low. Whenever inflation is low, unemployment would be higher. The general exception is called stagflation. Both inflation and unemployment takes place together. Okay ആണോ മോളെ? ഇനി ചോദിക്കും നിന്റെ സംശയം. ഡീഫ്ലേഷൻ ഇല്ല ഇല്ല ഈ ഡിസ്ഇൻഫ്ലേഷൻ ഡീഫ്ലേഷൻ ആ ടൈമിലൊക്കെ ഈ അൺഎംപ്ലോയ്മെന്റിന്റെ സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും?
അതല്ലേ നമുക്ക് അത് പറയാം. നമുക്ക് ഏകദേശം ഒരു ട്രെൻഡാ മോളെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എക്സാക്ട് ഇന്നത് കൊണ്ട് എന്ന് അല്ലെങ്കിൽ ഇന്നത് കാണിക്കുന്ന ഒരിക്കലും എക്കണോമിയിൽ പറയാൻ പറ്റില്ല. ഓക്കെ എക്കണോമിയിൽ നമ്മൾ പറയാന്ന് പറയുന്ന എക്കണോമി ഈസ് ഓൾ എബൌട്ട് അൺസർട്ടനിറ്റി. നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ എക്കണോമിയിൽ പ്രെഡിക്റ്റ് ചെയ്യാനേ മോളെ പറ്റുള്ളൂ. കാരണം എക്കണോമി ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്കിപ്പോ ഫിലിപ്പ് കർവ് എന്ന് പറയുന്നതാണ് നമ്മൾ എപ്പോഴും കാണുന്നത്. അതിനിപ്പോ ഒരു എക്സെപ്ഷൻ ഉണ്ട് എന്ന് കണ്ടില്ലേ? അതേപോലെയാണ് നമുക്ക് എന്ത് നടക്കും എന്ന് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് എപ്പോഴും എക്കണോമിക്സിൽ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇന്നത് സംഭവിക്കുന്ന ഒരിക്കലും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബഡ്ജറ്റ് ഒക്കെ ഉണ്ടാക്കിയ ബഡ്ജറ്റ് ഒരു വർഷം പോലും നമ്മൾ ഉണ്ടാക്കിയ ബഡ്ജറ്റ് പോലെ ടാലി ആയിട്ട് പോയിട്ടില്ല. ഒരു വർഷം പോലും. എന്ന് വെച്ചാൽ എന്താ, ഗവൺമെന്റ് ബഡ്ജറ്റിൽ എന്താ പറയുന്നത്, അടുത്ത വർഷം എനിക്ക് ഇത്ര റവന്യൂ ഉണ്ടാവും, എനിക്ക് ഇത്ര ചെലവ് ഉണ്ടാവും. മേ ബി ചെലവ് അവരെടുത്തിട്ട് ചെലവാക്കി കഴിഞ്ഞാൽ നടക്കുമായിരിക്കും. പ്രതീക്ഷ മാതിരി വരുമാനം ഒരു വർഷം ഉണ്ടാവില്ല. ചിലപ്പോൾ അതിനേക്കാൾ കൂടും അല്ലെങ്കിൽ അതിനേക്കാൾ കുറയും. പ്രതീക്ഷ പോലെ നല്ല കാര്യങ്ങൾ നടക്കുക. എക്കണോമി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കുറെ കാര്യങ്ങളൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. മനസ്സിലായോ? ക്ലിയർ. സർ, പിന്നെ അതിനകത്ത് ഈ ഡീഫ്ലേഷന്റെ ആ ഒരു ഡെഫിനിഷനകത്ത് ഈ റേറ്റ് സീറോയിലോട്ട് പോകുന്നു എന്ന് പറഞ്ഞല്ലോ. ഡീഫ്ലേഷനിൽ റേറ്റ് സീറോയിലേക്കല്ലേ മോളെ പോകുന്നത്? പ്രൈസ് നെഗറ്റീവ് എന്ന് പറയുമ്പോ അതിന്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോ എന്താ വരാ മോള്? ഈ പറയണതിന്റെ ഉത്തരം എനിക്കൊന്ന് പറഞ്ഞു തന്നെ. 80 മൈനസ് 90/90 ഇൻറ്റു 100 എന്താണ് ഉത്തരം വരാ? 80 മൈനസ് 90 മൈനസ് 10 മൈനസ് 10/90 0 വെട്ടിപ്പോയി അല്ലെ? എന്തെന്ന് വരാ? -1 ഇൻറ്റു 100 ചെയ്ത ഉത്തരം എന്തായാലും നെഗറ്റീവ് അല്ലേ? -1/9 ഇൻറ്റു 100 എന്ന് പറഞ്ഞ എത്ര? മൈനസ് ആണ് ആൻസർ വരിക. ഇപ്പൊ ഡീഫ്ലേഷനിൽ അപ്പൊ എന്താ മോളെ സംഭവിക്കുന്നത്? പ്രൈസ് കുറഞ്ഞു വരുമ്പോ നമ്മൾ ആ പ്രൈസ് കുറയുന്നതിന്റെ റേറ്റ് എടുത്ത ഉത്തരം നെഗറ്റീവ് അല്ലേ ഒബ്വിയസ്ലി വരുള്ളൂ. നമ്മൾ അതിന്റെ y ആക്സിസിൽ എന്താ മാർക്ക് ചെയ്തിട്ടുള്ള റേറ്റ് നെഗറ്റീവ് ആയതുകൊണ്ടാണ് അത് 0-ന് താഴേക്ക് വരുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ. ഇനി നമ്മൾ ഇൻഫ്ലേഷന് നമ്മൾ ജനറലി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക. ഡിമാൻഡ് പുഷ് ഇൻഫ്ലേഷനും സപ്ലൈ പുഷ് ഇൻഫ്ലേഷനും. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്? ഫസ്റ്റ് ചാപ്റ്റർ എടുത്തപ്പോ തന്നെ പറഞ്ഞു ഈ ഡിമാൻഡ് സപ്ലൈ ഈ രണ്ട് വാക്കുകൾ നമ്മൾ ഒരുപാട് സ്ഥലത്ത് വീണ്ടും കാണും. എല്ലാ എക്കണോമിയുടെ ബേസിക്സ് എന്ത് ഡിമാൻഡും സപ്ലൈ ആണ്. ഇപ്പൊ ഇൻഫ്ലേഷനെയും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ആദ്യത്തെ ആളാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ. നമുക്കപ്പോ എന്താണ് ഇതിന്റെ കാരണം എന്ന് ആദ്യം നോക്കാം. ഇന്ന് നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഒരു എക്കണോമിയിൽ നോക്കിയേ, പ്രൈവറ്റും ഗവൺമെന്റ് സെക്ടറും എന്ത് ചെയ്യാണ്? സ്പെൻഡ് ചെയ്യാണ്. സ്പെൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ അവർ പൈസ ചെലവാക്കാണ് അല്ലെ? എക്കണോമിയിലേക്ക് ആര് വരാണ്? ഓക്കെ ആണോ? എന്താണ് എക്സ്പ്ലനേഷൻ? അവിടെ നിൽക്കട്ടെ. നമുക്ക് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ലോവർ റേറ്റ് ഓഫ് സേവിങ്സ്. സേവിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് കിട്ടുന്ന വരുമാനം, ആ വരുമാനം ഞാൻ ചെലവാക്കി ബാക്കി വരുന്നതിനെയാണ് എന്തെന്ന് പേര് പറയാം? സേവിങ്സ്. സംശയമില്ലല്ലോ. എക്കണോമിയിൽ സേവിങ്സ് കുറവെന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്തായിരിക്കും? ഞാൻ കൂടുതൽ ചെലവാക്കുന്നു. ഞാൻ കൂടുതൽ ചെലവാക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എക്കണോമിയിലേക്ക് ആരിറക്കി വിടാണ്? മണി. ഓക്കെ ആണോ? ഇനി അടുത്തത് വായിച്ചേ. റിഡക്ഷൻ ഇൻ ടാക്സസ്. നേരത്തെ ഓൾറെഡി എഴുതിയിട്ടുണ്ടായിരുന്നു. ഡിസ്പോസബിൾ ഇൻകം ഈക്വൽ ടു പേഴ്സണൽ ഇൻകം മൈനസ് ടാക്സ്. ഗവൺമെന്റ് ടാക്സ് കുറച്ച് എന്റെ ഡിസ്പോസബിൾ ഇൻകം എന്താ ഉണ്ടാവുക? കൂടി ഞാൻ അത് എന്ത് ചെയ്യും? ചെലവാക്കാന്ന് പറഞ്ഞാൽ എഗെയിൻ ഞാൻ എക്കണോമിയിലേക്ക് ആരെയാണ് ഇറക്കി വിടുന്നത്? മണി. ഇനി അടുത്തത് വായിച്ചാൽ ഇൻക്രീസ് ഇൻ മണി സപ്ലൈ. അത് വെറുതെ അവിടെ കിടക്കട്ടെ ഒരു ദിവസത്തിൽ. ഇൻക്രീസ് ഇൻ മണി സപ്ലൈ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റും റിസർവ് ബാങ്ക് എടുക്കുന്ന ചില പോളിസീസ് ആണ്. ഈ പറഞ്ഞ എല്ലാ സിറ്റുവേഷനിലും നമ്മൾ എക്കണോമിയിലേക്ക് ആരിറക്കി വിടാണ്? മണി ഇറക്കി വിടാണ്. അപ്പൊ എക്കണോമിയിൽ പക്ഷെ നമ്മൾ ഒരു കർവ് അടിച്ചിട്ടുണ്ടായിരുന്നു, ഡിമാൻഡ് സപ്ലൈ കർവ് അല്ലെ? എക്കണോമി എപ്പോഴും എന്തിനാ ശ്രമിക്കുക? എപ്പോഴും എക്കണോമി എന്തിനാണ് ശ്രമിക്കുക? എന്താണോ ഡിമാൻഡ് അതിനൊരു ഈക്വൽ ആയിട്ടുള്ള ഒരു സപ്ലൈ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. നമ്മുടെ ഗ്രാഫ് ഓർക്കുന്നുണ്ടോ? ഡിമാൻഡ് കർവ്, സപ്ലൈ കർവ്, ഇതിനെയാണ് എന്ത് പറയാ? ഡിമാൻഡ് സപ്ലൈയും ഈക്വൽ ആവുന്ന ഇക്വിലിബ്രിയം പോയിന്റ്. ഒരു പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ എക്കണോമിയിൽ ഡിമാൻഡ് സപ്ലൈ മീറ്റ് ചെയ്യണം. ആ ഒരു സിറ്റുവേഷൻ തേടാ നമ്മൾ ഈ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്, ഡിമാൻഡ് ഈക്വൽ ടു സപ്ലൈ. ആ സമയത്താണ് ഞാൻ എക്കണോമിയിലേക്ക് കുറെ കാശും കൊണ്ട് ഇറങ്ങുന്നത്. കുറെ കാശും കൊണ്ട് ഇറങ്ങാന്ന് പറയുമ്പോൾ ഞാൻ അവിടെ എന്ത് കൂട്ടാണ്? ഡിമാൻഡ് കൂട്ടാണ് അല്ലെ?
നിങ്ങളുടെ കയ്യിൽ കുറെ കാശ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കുറെ ടൈപ്പ് മൊബൈൽ മേടിക്കാം, കുറെ കാറ് മേടിക്കാം, കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ ഇത് പ്രതീക്ഷിച്ചിട്ടാണ് ഇരിക്കുന്നത്? അല്ല. അവിടെ പ്രൊഡക്ഷൻ ഓൾറെഡി ഫിക്സഡ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. ഇപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുക? കുറെ കാശ് കുറച്ച് സപ്ലൈനെ ചേസ് ചെയ്യും. എന്താ സംഭവിക്കുക എക്കണോമിയിൽ? വെൻ, ഈ സ്റ്റേറ്റ്മെന്റ് എപ്പോഴും മൈൻഡിൽ, വെൻ മോർ മണി ചേസസ് ഫ്യൂ പ്രൊഡക്ട്സ്. എന്താണ് കറക്റ്റ് വാക്ക്? അതല്ലേ ഇവിടെ നടക്കുന്നത്? വെൻ മോർ മണി ചേസസ് ഫ്യൂ പ്രൊഡക്ട്സ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒബ്വിയസ്ലി സാധനങ്ങളുടെ പൈസ പുഷ് ചെയ്യും. ഇവിടെ എന്തുകൊണ്ടാണ് പൈസ പുഷ് ചെയ്യുന്നത്? നിങ്ങളുടെ കയ്യിൽ ഒരുപാട് മണി സപ്ലൈ ഉണ്ട്, വിച്ച് വിൽ പുഷ്. ആരെയാണ് പുഷ് ചെയ്യുന്നത്? ഡിമാൻഡിനെ പുഷ് ചെയ്യും. ആ ഡിമാൻഡ് പുഷ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? സാധനങ്ങളുടെ വില കൂടി. ഇതിനെ വിളിക്കുന്ന പേരാണ് ഡിമാൻഡ് പുഷ് ഇൻഫ്ലേഷൻ. എളുപ്പമാണോ? എങ്ങനെ പ്രതീക്ഷിക്കാം? പ്രിലിമിനറി ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗിവൺ ആ ഡിമാൻഡ് പുഷ് ഇൻഫ്ലേഷൻ? ഇപ്പൊ ഡിമാൻഡ് പുഷ് ഇൻഫ്ലേഷന്റെയും സപ്ലൈ പുഷ് ഇൻഫ്ലേഷനെയും മിക്സ് ചെയ്തിട്ട് റീസൺസ് കൊടുക്കും UPSC. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത മാതിരി ഡിമാൻഡിന്റെ നമ്മൾ പിക്ക് ചെയ്തിട്ട് ആൻസർ എഴുതേണ്ടി വരും. പ്രതീക്ഷിക്കാം. ഓക്കെ അല്ലേ? വാട്ട് ആർ ദി സിറ്റുവേഷൻസ് വിച്ച് ആർ ലീഡിങ് ടു ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ? എന്തൊക്കെയാണ് ഡിമാൻഡ് പുള്ള്? പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് സ്പെൻഡിങ് ഇൻക്രീസസ്, ലോവർ റേറ്റ് ഓഫ് സേവിങ്സ്, റിഡക്ഷൻ ഇൻ ടാക്സസ് ആൻഡ് ഇൻക്രീസ് ഇൻ മണി സപ്ലൈ. എവറിഥിങ് ലീഡ്സ് ടു മോർ മണി സപ്ലൈ. More money supply leads to more money chases few goods, which will lead to demand pull inflation. Okay ആണോ? പ്രശ്നമില്ലല്ലോ. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുക? It is due to increase in demand and consumption in the economy. It causes increased disposable income and increase in demand in the economy. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണോ? കൺസെപ്റ്റ് മനസ്സിലാക്കി എളുപ്പമാണ് കേട്ടോ. സെക്കൻഡ് കാറ്റഗറി, കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ. അപ്പൊ ആദ്യത്തെ സിറ്റുവേഷൻ, ഇൻഫ്ലേഷൻ രണ്ട് സൈഡിൽ നിന്ന് മെഷർ ചെയ്യുന്നതാണെന്ന് നിങ്ങൾക്ക് ആദ്യം ഇത് കാണുമ്പോൾ മനസ്സിലാവണം. ഡിമാൻഡ് ചെയ്യുന്നത് ആരാ മക്കളെ? എപ്പോഴും നമ്മൾ എക്കണോമി രണ്ട്, അതാ പറഞ്ഞ ആദ്യത്തെ ചാപ്റ്ററിൽ എന്ത് പഠിച്ചോ അത് എല്ലായിടത്തും ഉപയോഗിക്കും. എക്കണോമിയിൽ രണ്ടാൾക്കാർ എപ്പോഴും ഉള്ള ആരാ? ഒന്ന് ഹൗസ് ഹോൾഡ്, ഡിമാൻഡ് ചെയ്യുന്ന ആൾക്കാർ, വേറൊന്ന് പ്രൊഡ്യൂസർ, സപ്ലൈ ചെയ്യുന്ന ആളുകൾ. അപ്പൊ ഹൗസ് ഹോൾഡിന്റെ പെർസ്പെക്റ്റീവിലാണ് എന്ത്? ഡിമാൻഡ്. അപ്പൊ ഹൗസ് ഹോൾഡിന്റെ ഇൻകം കൂടുമ്പോ ഹൗസ് ഹോൾഡ് ഡിമാൻഡ് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ സംഭവിക്കുന്നത്. ഇനി നമുക്ക് ഈ ഇൻഫ്ലേഷൻ ആരുടെ സൈഡിൽ നിന്ന് നമുക്ക് നോക്കാം? പ്രൊഡ്യൂസറിന്റെ സൈഡിൽ നിന്ന്. പ്രൊഡ്യൂസറിന്റെ സൈഡിൽ നിന്ന് എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കി. പ്രൊഡ്യൂസർ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പുള്ളിക്ക് 4 തരത്തിലുള്ള എക്സ്പെൻഡിച്ചർ ആണ് ഉണ്ടാവുക. 4 തരത്തിലുള്ള എക്സ്പെൻഡിച്ചർ ഓർക്കുന്നുണ്ടോ? ഫാക്ടർ ഇൻകം ഹൗസ് ഹോൾഡിന്റെ ടൈമിൽ പറയുകയാണെങ്കിൽ, പ്രൊഡ്യൂസറിന്റെ ആണെങ്കിൽ ഫാക്ടർ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ഫാക്ടർ കോസ്റ്റ് അല്ലെ. ഏതൊക്കെയായിരുന്നു ഫാക്ടർ കോസ്റ്റ്? വേജ് ആവാം, റെന്റ് ആവാം, പ്രോഫിറ്റ് ആവാം, പിന്നെ ഏതാ? ഇൻട്രസ്റ്റ് ടു ദി ക്യാപിറ്റൽ അല്ലെ. ഓക്കെ ആണോ? ഇനി എപ്പോഴാണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ നടക്കുന്നതെന്ന് ഞാൻ പറയാം. ഇൻക്രീസിങ് വേജ് ഓഫ് ദി എംപ്ലോയി. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഗവൺമെന്റ് സർവീസിലുള്ള ആളുകളുടെയൊക്കെ പുതിയൊരു പേ കമ്മീഷൻ വന്നു, എല്ലാവരുടെയും സാലറി കൂട്ടിയെന്ന് വിചാരിക്കും. ഓക്കെ ആണോ? ഇൻക്രീസിങ് വേജസ് ഓഫ് എൻ എംപ്ലോയി. റെന്റ്, റെന്റ് എന്ന വാക്ക് ജനറലി ഉപയോഗിക്കുന്നതാണ് കേട്ടോ. റെന്റ് എന്നതിന്റെ ഫാക്ടർ ഏതായിരുന്നു? ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ലാൻഡ് അല്ല. ലാൻഡ് എന്ന് പറയുന്നത് ലിറ്ററൽ ലാൻഡ് ആയിരുന്നോ? അല്ല. ലാൻഡ് എന്ന് പറയുന്നത് എന്താ? നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗിക്കുന്നത് അല്ലെ. നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റീൽ മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ അവിടുത്തെ നാച്ചുറൽ റിസോഴ്സസ് എന്താ? അയൺ, കോക്കിംഗ് കോള് അല്ലെങ്കിൽ നമ്മുടെ കാർബൺ എന്ന് പറയുന്ന മെറ്റീരിയൽ അല്ലെ. അപ്പൊ ലാൻഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് പരിചയമുള്ള ഫിസിക്കൽ ലാൻഡ് അല്ല, നാച്ചുറൽ റിസോഴ്സ് എന്നാണ്. റഷ്യ ഉക്രൈൻ വാർ വീണ്ടും ഞാൻ എടുക്കാന്ന്. റഷ്യ ആണെങ്കിലും ഉക്രൈൻ ആണെങ്കിലും ഒരുപാട് റിസോഴ്സസ് പല രാജ്യങ്ങളിലേക്കും എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. ഓക്കെ ആണോ? പ്രശ്നമില്ലല്ലോ. ഇപ്പൊ ഈ കോക്ക് എന്ന് പറയുന്നതാണെങ്കിൽ പെട്രോളിയം പ്രൊഡക്റ്റ് ആണെങ്കിൽ ഒരുപാട് റഷ്യയുടെ കയ്യിലുണ്ട്, ഉക്രൈന്റെ കയ്യിലുണ്ട്. രണ്ടുപേരും തമ്മിൽ വാർ നടക്കുമ്പോൾ ലോകത്തിലുള്ള മൊത്തം സപ്ലൈയിൽ കുറവ് വന്നില്ലേ? ഇന്ത്യ അത് മേടിക്കുമ്പോൾ ലോവർ പ്രൈസിലാണ് കിട്ടുക, ഹയർ പ്രൈസിലായിരിക്കും കിട്ടാൻ? ഹയർ പ്രൈസിൽ.
ഇപ്പൊ ഇൻഗ്രീഡിയൻസിന്റെ അല്ലെങ്കിൽ റിസോഴ്സസിന്റെ പൈസ കൂടുമ്പോ നമ്മുടെ എന്ത് കൂടും? ലാൻഡിന് മുകളിലുള്ള എക്സ്പെൻഡിച്ചർ കൂടും. ഇപ്പൊ ഇൻപുട്ട് അല്ലെങ്കിൽ റിസോഴ്സസിന്റെ പൈസ കൂടിക്കഴിഞ്ഞാൽ എന്ത് കൂടും? ലാൻഡിന്റെ മുകളിലുള്ള, നിങ്ങൾ എപ്പോഴും റെന്റ് എന്ന് അല്ല അത് ആലോചിക്കണ്ടേ. റെന്റ് എന്ന് പറയുന്നത് എന്താ? ലാൻഡ് എന്ന് പറയുന്നതിനുള്ള ഫാക്ടർ കോസ്റ്റിനെയാണ് നമ്മൾ റെന്റ് എന്ന് പറയാം. ലാൻഡ് എന്ന് പറയുന്ന ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഓൾ നാച്ചുറൽ റിസോഴ്സസ് വിച്ച് ആർ യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ. തെറ്റിദ്ധാരണകൾ എപ്പോഴും മാറ്റാട്ടാ. ഒരു കെട്ടിടത്തിന് കൊടുക്കുന്ന റെന്റ് എന്നല്ല നമ്മൾ ജനറലി വിളിക്കുന്ന പേരാ. ലാൻഡ് എന്ന് പറഞ്ഞ എന്താ? ഒരു പ്രൊഡക്ഷനിൽ ഉപയോഗിക്കുന്ന എല്ലാ നാച്ചുറൽ റിസോഴ്സസിനെയും വിളിക്കുന്ന പേരാണ് ലാൻഡ്. എല്ലാ നാച്ചുറൽ റിസോഴ്സസിനും നമ്മൾ ചെലവാക്കുന്ന എക്സ്പെൻഡിച്ചറിന് ജനറലി വിളിക്കുന്ന പേരാണ് റെന്റ്. ഓക്കെ ആണോ? ഈ തേർഡ് ഫാക്ടർ എടുത്ത് നോക്കിയേ. പ്രോഫിറ്റ് തൽക്കാലം ടച്ച് ചെയ്യേണ്ട, അവിടെ ഇരിക്കട്ടെ. ഇൻട്രസ്റ്റ് റേറ്റ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ആര്? മോണിറ്ററി പോളിസി കമ്മിറ്റി ഒരു തീരുമാനം എടുക്കാണ്. എന്താണ്? ഇനി എല്ലാ ബാങ്ക് ലോണ് കൊടുക്കുന്നത് 4% ഇൻട്രസ്റ്റ് റേറ്റ് ഞങ്ങൾ 8% മാറ്റിയെന്ന് വിചാരിക്കും. എന്താ സംഭവിക്കുക? ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന ആ പ്രൊഡ്യൂസർ കൂടുതൽ ഇൻട്രസ്റ്റ് അടക്കേണ്ടി വരും. ഈ എല്ലാ സിറ്റുവേഷനിലും എന്താണ് സംഭവിക്കുന്നത്? ഇവരുടെ എന്ത് കൂടും? ഒരു സംശയമില്ലല്ലോ, ഫാക്ടർ കോസ്റ്റ് കൂടും. കൂടിയ കാശ് അവരെങ്ങനെയാണ് കൺസ്യൂമറിൽ നിന്ന് ഈടാക്കുക? അവരുടെ പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഇൻക്രീസ്. അതിനല്ലേ നമ്മൾ എന്തെന്ന് പേര് വിളിക്കുക? ഇൻഫ്ലേഷൻ എന്ന പേര് വിളിക്കാം. വാട്ട് വുഡ് ബി കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ? whenever the factor expenditure is increasing which will lead to inflation, which is called cost push inflation. ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ നന്നായിട്ട് മനസ്സിലാക്കാം കേട്ടോ. എല്ലാ ചാപ്റ്ററിലും നമ്മൾ അത് എടുത്ത് ഉപയോഗിക്കും. കാരണം നോർമൽ ഒരു ചാപ്റ്റർ എടുക്കുന്നതിനേക്കാളും കൂടുതൽ ടൈം എടുത്തിട്ടാണ് ഞാൻ അത് മൊത്തത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. വാട്ട് ഈസ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ? whenever the factor cost is increasing it will lead to increase in prices of the goods and services, which is called cost push inflation. It is also called supply shock inflation. ഇന്ത്യയുടെ കേസിലാണെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. കോവിഡിന്റെ ടൈമിൽ നമുക്ക് ഇലക്ട്രോണിക് സർക്യൂട്ടുകളൊക്കെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ ഷോർട്ടേജ് ആയതുകൊണ്ട് കാർ പ്രൊഡക്റ്റ് ചെയ്യുന്നത് ആ സമയത്ത് ഹയർ പ്രൈസസിലായിരുന്നു. ഇലക്ട്രോണിക് കമ്പോണന്റിന് ഷോർട്ടേജ് വന്ന ഒബ്വിയസ്ലി കമ്പോണന്റിന്റെ പ്രൈസ് കൂടി. പ്രൈസ് കൂടുമ്പോൾ അത് വെച്ച് മാനുഫാക്ചർ ചെയ്യുന്ന കാറിന്റെ പ്രൈസും കൂടും. അത്രയേ ഉള്ളൂ കേട്ടോ. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ, വേറെയുള്ള കാരണങ്ങൾ എന്തായിരിക്കും? ഇതാണ് ജനറൽ റീസൺ ഞാൻ പറഞ്ഞത്. ഇതിന് പുറമെ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷന് വരുന്ന വേറൊരു കാര്യം കൂടി ഉണ്ട്. ഫാക്ടർ കോസ്റ്റും മാർക്കറ്റ് പ്രൈസിലേക്ക് എത്തുമ്പോൾ വേറെ കുറച്ച് ആളുകളൊക്കെ ഉണ്ടല്ലോ. എന്തൊക്കെയാ? മാർക്കറ്റ് പ്രൈസ് ഈക്വൽ ടു ഫാക്ടർ കോസ്റ്റ് പ്ലസ് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ്. ഓക്കെ ആണോ? ഗവൺമെന്റ് കാറിന് മുകളിലുള്ള GST 5% ആയിരുന്നത് 28% ആക്കിയെന്ന് വിചാരിക്കുക. എന്താ സംഭവിക്കുക? നിങ്ങൾ പറ. when government is increasing tax what will happen? market price will increase. market price will increase എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈസ് ഇൻക്രീസ് ആണ്, ഇൻഫ്ലേഷൻ ആണ് അല്ലെ. അപ്പൊ വേറൊരു കാരണമാണ് ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഇൻക്രീസ് ഇൻ ഇൻഡയറക്റ്റ് ടാക്സസ്, ഇൻക്രീസ് ഇൻ ഇമ്പോർട്ട് പ്രൈസസ്. ഈ നേരത്തെ പറഞ്ഞ കാർ മാനുഫാക്ചറിങ് എക്സാമ്പിൾ, ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ പലതും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് ചൈനയിൽ നിന്നാണ്. ചൈനയിൽ ചിപ്പിന് ഷോർട്ടേജ്, അല്ലെങ്കിൽ ചിപ്പ് എക്സാക്ട്ലി ചൈന, സൗത്ത് കൊറിയ, തായ്വാൻ, അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ സോഴ്സ് ചെയ്യുന്നത്. ആ രാജ്യങ്ങളിൽ ചിപ്പിന് ഷോർട്ടേജ് വന്നു, പ്രൊഡക്ഷൻ കുറഞ്ഞു. ഇന്ത്യക്ക് കിട്ടുന്നത് ഹയർ പ്രൈസിലല്ലേ? ഓക്കെ ആണോ? ഇമ്പോർട്ട് ചെയ്യുന്ന പൈസ കൂടിയാലും ഫൈനലി എന്ത് കൂടും? പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടും. അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തേലും കാര്യങ്ങൾ നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടർ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു ഇൻക്രീസ്ഡ് പ്രൈസ് വിച്ച് ഈസ് കോൾഡ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ.